ഏകദിനത്തിന് വേണ്ടി AIVF മേഖലാ സെക്രട്ടറി നാഗരാജ്, പ്രമുഖ AIVF പ്രസിഡന്റ് USFിന് വേണ്ടി വിജയിക്കുവാൻ മഹിളാ സംഘം കമ്മിറ്റിക്ക് വേണ്ടി രചിതമായി വനിത AITC കുമ്മൽ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ലങ്കേനിയന് വേണ്ടി ബാബു. ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജാഥയ്ക്കകത്തും സംസാരിക്കും. ഈ നാട്ടിലെ തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളികൾ എന്ന തലത്തിൽ നിന്ന് മാറ്റി കേവലമായിട്ടുള്ള കരാർ തൊഴിലാളികളായിട്ട് ഏത് സമയത്തും പിരിച്ചുവിടാൻ കഴിയുന്ന തൊഴിലാളികളായിട്ട് മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെ എറിഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഡൽഹി കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി സമരം കഴിഞ്ഞ സമയത്താണ് ഈ സമരം നടക്കുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകണം എന്ന് തന്നെയാണ് CPIയുടെ അഭിപ്രായം. നമുക്കറിയാം, രാജ്യത്ത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഡൽഹിയിൽ അണിനിരന്നപ്പോൾ അണിനിരുന്ന വിദ്യാർത്ഥികളെ മുന്നിൽ നിന്ന് നയിച്ച പ്രസ്ഥാനത്തിന്റെ പേര് AISF എന്നാണ്. CJP എന്ന് പറയുന്ന കോങ്കോ ജനതാ പാർട്ടിയുടെ ആകുമ്പോഴേക്കും സമരം നടക്കുമ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെച്ചൊഴിക്കേണ്ട തൊഴിലാളികളുടെ എല്ലാത്തരം അവകാശങ്ങളെയും നിഷേധിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളികൾ എന്ന തലത്തിൽ നിന്ന് മാറ്റി കേവലമായിട്ടുള്ള കരാർ തൊഴിലാളികളായിട്ട് ഏത് സമയത്തും പിരിച്ചുവിടാൻ കഴിയുന്ന തൊഴിലാളികളായിട്ട് മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെ എറിഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഡൽഹിയിൽ അണിനിരുന്നപ്പോൾ അണിനിരുന്ന വിദ്യാർത്ഥികളെ മുന്നിൽ നിന്ന് നയിച്ച പ്രസ്ഥാനത്തിന്റെ പേര് AISF എന്നാണ്. CJP എന്ന് പറയുന്ന കോങ്കോ ജനതാ പാർട്ടിയുടെ ആകുമ്പോഴേക്കും സമരം നടക്കുമ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെച്ചൊഴിക്കേണ്ട സാഹചര്യം
സ്കൂൾ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗവുമായ സഖാ കൃഷ്ണപിള്ള സഖാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് സുനിൽകുമാർ, ഈ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും മണ്ഡലം സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് എസ് ബുഹാരി, ജാഥയുടെ ക്യാപ്റ്റൻ, പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വിജിത്ത് ഉൾപ്പെടെ ഈ ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരരായ സഖാക്കളെ, ബഹുമാന്യരായ നാട്ടുകാർ, ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കുമ്പൾ ജംഗ്ഷനിൽ കൂടിയ മഹാസമ്മേളനത്തിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് സഖാവ് ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. കുമ്പിളിൽ നിന്ന് പ്രയാണം ആരംഭിച്ച മുക്കുന്നത്ത് ഈ സമാപന സമ്മേളനത്തോടെ ഈ ജാഥ ഇവിടെ സമാപിക്കുകയാണ്. ഈ ജാഥ ഇവിടെ സമാപിക്കുമ്പോൾ 24 കോടി മനുഷ്യർ ഒരു തൊണ്ട് ഭൂമിയോ അതല്ലൊന്ന് കയറിക്കിടക്കാൻ ഇടമോ ഇല്ലാത്ത മനുഷ്യരാണ്. ഏതാണ്ട് 30 കോടി മനുഷ്യർക്ക് അക്ഷരം അഭ്യാസം ഇല്ലാത്തതാണ്, നിരക്ഷരമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഏതാണ്ട് 65% ഏതാണ്ട് 1% വരുന്ന സമ്പന്നരുടെ കയ്യിലാണ്.